മാധ്യമങ്ങൾ ഉൾപ്പെടെ പോലീസ് അനുഭവിക്കുന്ന ഇത്തരം പ്രയാസങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യപ്പെടുന്ന വേദിയായി മാറുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത്തരം കാലഘട്ടങ്ങളിൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു സന്തോഷപ്രദമായി നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പോലീസ് കുടുംബങ്ങളെ ഒന്നാകെ ഒരു വേറിട്ട ശൈലിയിൽ അല്ലെങ്കിൽ വേറിട്ട രീതിയിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾക്ക് ഒരു പരിധിവരെ താങ്ങുതണലുമായി നിന്ന് അവരുടെ ജോലികളിൽ ഏറ്റവും ആത്മാർത്ഥമായി ചെയ്യാൻ കഴിയുന്നത് അവരുടെ ഓരോ കുടുംബാംഗങ്ങളും നൽകുന്ന ഏറ്റവും വലിയ പിന്തുണയാണ്. അദ്ദേഹത്തോടൊപ്പം പുതിയ സിനിമയിലെ അംഗമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന എന്നിവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. വിചാരിച്ചതിലും കുറച്ച് വൈകി, സോറി എല്ലാവരോടും. ഇവിടുത്തെ ഫുഡും ഇവിടുത്തെ ആൾക്കാരും എല്ലാം ഇപ്പോഴാണ് ഞാൻ അടുത്തറിയുന്നത്. വളരെ നല്ല ആൾക്കാരാണ്. ഇങ്ങനൊരു കുടുംബ സംഗമം കേരള പോലീസിന്റെ കുടുംബസംഗമം ഇങ്ങനൊരു ചടങ്ങിലും ഭാഗമാകാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇത്രയും ഫാമിലിയെ കണ്ടതിൽ ഒത്തിരി സന്തോഷം. ഞാൻ എൻ്റെ ഫാമിലിയെ മിസ് ചെയ്യാണ് ഈ ചെറിയ കുട്ടികളൊക്കെ കാണുമ്പോൾ. ഞങ്ങളുടെ ഡയറക്ടർ കുറച്ച് സമയനിഷ്ഠ പാലിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല മികച്ച ഫോഴ്സായ കേരള പോലീസിന്റെ കഥ സിനിമയാക്കിയ ഉണ്ട എന്ന് പറയുന്ന ഒരു മലയാള സിനിമ ചെയ്ത ഡയറക്ടറിന്റെ ഒരു മൂവിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളി അവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അധികം സമയമില്ല ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനായിട്ട്. എല്ലാവരും കണ്ടതിൽ സന്തോഷം. ഈ കുടുംബസംഗമം ഔദ്യോഗികപരമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. താങ്ക് യു. നമസ്കാരം. വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും അതുപോലെ തന്നെ എല്ലാ പോലീസ് ഫോഴ്സിലെ കുടുംബാംഗങ്ങൾക്കും ഒരു വലിയ നമസ്കാരം. എനിക്ക് പറയാനുള്ള എന്താണോ അത് തന്നെയാണ് എൻ്റെ സുഹൃത്തും ഞാൻ നസ്ലിനോട് പറഞ്ഞത്. ഇവിടെ വരാൻ സാധിച്ചതിലും ഇങ്ങനെ ഒരു പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഒത്തുചേരാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷം. രാപ്പകലില്ലാതെ നമ്മുടെ കേരളത്തെ മുഴുവൻ, ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ സംരക്ഷിക്കുന്ന ആൾക്കാരാണ് കേരള പോലീസ് ഫോഴ്സ്. അപ്പോൾ ഇങ്ങനെ അവരുടെ കുടുംബത്തോടൊപ്പം ഇങ്ങനൊരു വേദി പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു.